അസ്ഹാബുൽ ഉഖ്ദൂദ്. ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ. അന്നാരി ദാതിൽ വഖൂദ്. അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ. ഇദ് ഹും അലൈഹാ ഖുഊദ്. അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം. വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ശുഹൂദ്. സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹു അൻഹു, ശുഹൈബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും ഖുറൈശികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി. തിരുമേനി കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. നബിയെ, അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്നിങ്ങനെ അവർ പറഞ്ഞു. തിരുമേനി പ്രതിവചിച്ചു, നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് 2 പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല. അള്ളാഹു തന്നെയാണ്, അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ യമനിലെ സൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹദർമൗത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു. പക്ഷേ നിങ്ങൾ ബദ്ധപ്പാട് കാണിക്കുകയാണ്. ബുഖാരി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജ്വലിക്കുമാറാക്കിയ ഒരു തീക്കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിന്റെ ചുറ്റുപാടും ഇരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ടുകൊണ്ട് ആഹ്ലാദിച്ചു രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെ പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഈ കഠോരകൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരെക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ താല്പര്യം. തീക്കുണ്ടിന്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല. ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് താനും. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലല്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: മുൻകാലത്ത് ഒരു രാജാവിന് ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു. കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു. പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു. ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി. റാഹിബിന്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിന് നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു. മാർഗതടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു.
കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയ ഒരു അഗ്നികുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.